അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിശുദ്ധ ഈ ഒരു റജബ് മാസം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അമലിനെ എണ്ണം തെറ്റാതെ ഈ ഒരു രീതിയിൽ ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ ഇരുളടഞ്ഞു കിടക്കുന്ന എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടാനുള്ള ഒരു വഴിയായിരിക്കും അത്. ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥമായിട്ട് നീയത്ത് വെച്ചിട്ട് ഈ ഒരു അമലിനെ മുടങ്ങാതെ ചെയ്തു പോരുക. റജബ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടു, കുറച്ച് ദിവസങ്ങൾ നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് തിരക്ക് കൂടെ ആയിട്ട് അതിന് പറ്റിയിട്ടില്ല. എന്താണെങ്കിലും ഇൻഷാ അള്ളാഹ് ഈ ഒരു സമയത്ത് ആ ഒരു വീഡിയോസിലെ കാര്യങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താണ്. ഏറ്റവും ഹൈറായിട്ടുള്ള മാർഗത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു വഴിയാണിത്. ചെയ്തു നോക്കുക, ഉത്തരം തീർച്ചയാണ് ഇൻഷാ അള്ളാഹ്. ഒരുപാട് ആളുകൾ ഒരുപാട് ഇടങ്ങേറുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പറയുമല്ലോ, നമുക്ക് വിത്തിറക്കാനുള്ള മാസമാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം ഇന്ന് മുതൽക്ക് നമ്മൾ നമ്മുടെ അമലുകളെ ചെയ്ത് തുടങ്ങാം. മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇൻ്റെ കാര്യം റബ്ബ് കേൾക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ, ഞാൻ ഈ ദുആ ചെയ്യുന്നത് റബ്ബ് കാണുന്നുണ്ട് എന്ന പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക. അല്ലാതെ ആർക്കോ ചെയ്യുന്നത് പോലെ, ആർക്കോ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. അതിൻ്റെ ആ ഒരു ഭയഭക്തിയും അതേപോലെ തന്നെ ആ ഒരു ബഹുമാനം കൊടുത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാം. മുത്ത റസൂലിൻ്റെ പേരിൽ നമ്മൾക്ക് കഴിയുന്നത്ര സലാത്തുകൾ ഈ ഒരു റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, ഈ ഒരു സമയത്ത് നമുക്ക് എത്രയൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുമോ അത്രയൊക്കെ ഇബാദത്തുകൾ ചെയ്യല്ലേ. കാരണം ഈ ഒരു അവസരം ഇനി നമുക്ക് അടുത്ത വർഷം കിട്ടുമെന്നറിയൂല. കാരണം കഴിഞ്ഞ റജബിൽ ഈ സമയത്ത് നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും ഇരുന്നിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. പലരും ഇന്ന് ആറടി മണ്ണിലാണ്, പലരും ഇന്ന് കിടപ്പ് രോഗികളാണ്, പലരും മാസങ്ങളായിട്ട് വെന്റിലേറ്ററിലാണ്. ഇപ്പോഴും ഒന്ന് പുറത്ത് വരാൻ, ഒന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്താണ് അവസ്ഥ എന്നറിയാത്ത ചില രോഗങ്ങൾ. എന്താണെങ്കിലും ഉള്ള ഈ ഒരു ആരോഗ്യവും അതുപോലെ തന്നെ ഈ ഒരു കാര്യവും അള്ളാഹുവിനോട് ഇതിനെ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ഈ ഒരു സമയം നമ്മൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്താം. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യത്തിനും ഈ ഒരു അമല് മതി. ആദ്യം നമുക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലി, ഈ ഒരു സലാത്ത് ഉണ്ടല്ലോ, ഈ ഒരു സലാത്ത് നമ്മൾ ദിവസവും ഈ ഒരു റജബ് അവസാനിക്കുന്നത് വരെ, ഇന്ന് മുതൽക്ക് റജബ് അവസാനിക്കുന്നത് വരെ ദിവസവും മുടങ്ങാതെ 100 തവണ വെച്ചിട്ട് ചൊല്ലി വരിക. അത് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചൊല്ലിയാൽ മതി. ഇനി മറ്റൊരു അമലാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ. ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്റിനെ നമ്മൾ 33 തവണയാണ് ഈ ഒരു റജബ് ഇന്ന് മുതൽ റജബ് അവസാനം വരെ നമ്മൾ ചൊല്ലേണ്ടത്. അതേപോലെ തന്നെ ഇനിയുള്ള ദിക്ർ ഇതാണ് നമ്മൾ മുടങ്ങാതെ ചൊല്ലേണ്ട ഒരു ദിക്ർ കേട്ടോ. അപ്പോൾ അതേതാണെന്ന് നോക്കിയാലോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് കടമൊക്കെയുള്ള ആളുകളാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കടമൊക്കെ വീടി കിട്ടാനും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമുക്ക് അടുപ്പം കൂടാനും വേണ്ടിയിട്ടുള്ള ഒരു ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത്. ഇതിനെ നമ്മൾ മുടങ്ങാതെ ദിവസവും ഒരു 4000 തവണ വീതം ചൊല്ലി വരിക. 4000 തവണ ചൊല്ലാൻ ഒരു പണിയില്ല. പെട്ടെന്ന് ഇത് ചൊല്ലി തീർക്കാൻ, പെട്ടെന്ന് ഒരു ദിവസത്തിൽ നമുക്കിത് ചൊല്ലി തീർക്കാൻ കുറച്ച് സമയം മതി. ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് 4000 തവണ ചൊല്ലി തീർക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നിങ്ങൾ മുടങ്ങാതെ ചെയ്തു പോരുക.
ഒരുപാട് ആളുകൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ സ്ഥിരമായിട്ടൊരു ജോലിയില്ല, ജോലിയിൽ ബറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് അയക്കാറുണ്ട്. അവരോട് പറയാനുള്ള കാര്യം, ഈ ഒരു അമലിനെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 3 കാര്യങ്ങളെ നിങ്ങൾക്ക് റജബ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേറ്റക്കുറച്ചിലില്ലാതെ ചെയ്തു വരാൻ കഴിയുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നൽകും എന്നുള്ളത് തീർച്ചയാണ്. പടച്ചോൻ്റെ മാലാഖമാരും പടച്ചോനും ഈ ഒരു ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ റബ്ബിന് വേണ്ടിയിട്ട് ദിക്റുകളും സലാത്തുകളും അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യും, നിസ്കരിക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലേ? നമ്മളിപ്പോൾ രാവിലെ ഉറങ്ങി നീച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുക ഫോണാണ്. ഫോണിൽ വാട്സപ്പിൽ എത്ര മെസ്സേജ് വന്നിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുക. പണ്ടത്തെ ആളുകളൊക്കെ ആണെങ്കിൽ ഉറങ്ങി നീക്കുന്ന ടൈമിൽ ദിക്റൊക്കെ ചൊല്ലി അൽഹംദുലില്ലയൊക്കെ പറഞ്ഞ് നല്ല റാഹത്തായിട്ട് പോയിട്ട് വുളുവൊക്കെ ചെയ്ത് 2 റക്അത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതം പാടെ നശിപ്പിക്കുകയാണ് ചെയ്യുക. കുറച്ച് ദിവസം ഈ ഒരു റജബ്, ഷാബാൻ, റമദാൻ ഈ 3 മാസമെങ്കിലും നിങ്ങളുടെ ഈ ഒരു റൊട്ടീനൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദിക്റുകൾ, സലാത്തുകൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്ന, ഒരുപാട് കുട്ടികളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഫോൺ കൊണ്ട് ബാത്റൂമിൽ പോകുക എന്നുള്ളൊരു കാര്യം. ഫോൺ കൊണ്ട് ബാത്റൂമിൽ പോയിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ട് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലിരിക്കുകയും ചെയ്യുന്നുണ്ടാകും, റീൽസ് കാണുകയും ചെയ്യുന്നുണ്ടാകും. ഒരുപാട് ആളുകൾ സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ചില പുരുഷന്മാർ, ചില സ്ത്രീകൾ അവരൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും നഷ്ടം വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ കുറച്ച് പടച്ചോനുമായിട്ടൊന്ന് സംസാരിക്കാൻ കുറച്ച് സമയം ഈ ഒരു സമയങ്ങളിൽ നമ്മൾ കണ്ടെത്തുക. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, ആ പ്രശ്നങ്ങളെ നമ്മൾ റബ്ബിനോട് പറയാം. നമുക്ക് ഉള്ള ആ ഒരു സമാധാനം നമുക്ക് തരണം. അതേപോലെ തന്നെ നമുക്കുള്ള പ്രശ്നങ്ങളെ റബ്ബിനോട് ചോദിച്ച് മാറ്റിയെടുക്കണം. ഈ ഒരു 2 നിയ്യത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് മാറ്റി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. എങ്കിലേ ഉള്ളൂ ഞാൻ ഇത്തരത്തിൽ പുതുതായിട്ടിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയവുമായിട്ട് കാണാം. ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.